യെസ്, അപ്പോൾ ഗൂഗിൾ ആഡ്സ് എന്താണെന്നറിയോ? നമുക്ക് നോക്കിയാലോ. Here I am giving an informative capsule and it's me Shantilal. Welcome back to Unlearn powered by Adsumia. നമ്മൾ ദിവസേന ഗൂഗിളിന്റെ അറ്റ്ലീസ്റ്റ് ഒരു ഹെൽപ്പ് എങ്കിലും തേടുന്നവരായിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ അറിയാതെയാണെങ്കിലും ഈ ഗൂഗിൾ ആഡ്സ് മാനേജർ ത്രൂ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ പോയിട്ടുണ്ട്. പക്ഷെ ഗൂഗിൾ ആഡ്സ് എന്താണെന്ന് അധികം ഐഡിയ ഇല്ലാത്തതുകൊണ്ട് മാത്രം ചിലപ്പോൾ വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതാവും. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു തുടങ്ങുമ്പോഴും അതിന്റെ റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ, എങ്കിലും അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. സത്യമല്ലേ? അപ്പോൾ എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. പിന്നെ അതിലേക്ക് പോകുന്നതിന് മുൻപ് ചിലർക്കെങ്കിലും മനസ്സിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് വേണം പോവാൻ. എന്താണെന്നറിയോ? അതായത് ഈ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടും ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടും രണ്ടാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടും സെയിം ആണെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ പലരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഈ ഗൂഗിൾ ആഡ്സ് ത്രൂ ആണ് ഗൂഗിളിന്റെ സെർച്ചിലെല്ലാം നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റുന്നത്. ഗൂഗിൾ ആഡ്സിനേക്കാളും നമുക്ക് അല്പം കൂടി പരിചയമായിട്ടുള്ളത് യൂട്യൂബ് ആഡ്സ് ആണല്ലേ. എത്രത്തോളമാണ് നമ്മൾ ദിവസേന സ്കിപ്പ് ചെയ്ത് കളയുന്നത്. ബന്ധമുണ്ട് ഇതിനല്ല ഈ ആഡ്സ് റൺ ചെയ്യുന്ന കാര്യങ്ങളിൽ. നമ്മൾ കാണുന്ന യൂട്യൂബ് ആഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ വരുന്ന ആഡ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗൂഗിൾ ആഡ്സ് ത്രൂ ആണ്. ഈ ഗൂഗിളിന്റെ സെർച്ച് ആഡ്സ് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അതുപോലെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഗൂഗിളിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ടൂളാണ് ഗൂഗിൾസിന്റെ സെർച്ച് ആഡ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടാൻ നല്ല ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ബിസിനസ്സിനും സ്യൂട്ട് ആവുന്ന ഒരു ടൂൾ അല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെന്ന് അറിയോ? കാര്യം ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലുള്ള കാര്യമാണ്. അപ്പൊ ഗൂഗിൾ സെർച്ച് ആഡ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. എന്താണെന്ന് അറിയോ? ഈ ഗൂഗിളിലെ സെർച്ച് ആഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അഫോർഡബിൾ ആണ്, നമുക്ക് ധൈര്യമായിട്ട് നോക്കാം, സെർച്ച് ആഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊന്നും വിചാരിച്ച കളയല്ലേ. ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നതേ അല്പം കോസ്റ്റ്ലി ആണ്. നോക്കിയും കണ്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഞാൻ പ്രത്യേകം പറയാം കേട്ടോ. കാരണം വെച്ചാൽ കോസ്റ്റ്ലി ആണ് കമ്പാരിറ്റീവ്ലി. ഗൂഗിൾ ആഡ്സിനെ മറ്റ് ഓപ്ഷൻ ഓഫ് ആഡ്സിനെ കമ്പയർ ചെയ്ത് സെർച്ച് ആഡ് ആണ് കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കോസ്റ്റ്ലി എന്നേ ഞാൻ പറഞ്ഞോളൂ. പിന്നെ ഒരു അഡ്വൈസ് കൂടി തരാൻ എനിക്കുണ്ട്. എന്താണെന്നറിയോ? നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ ആഡ്സിന്റെ പെർഫോമൻസിനെ സാരമായി തന്നെ ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി എങ്ങനെ ഗൂഗിളിന്റെ ആഡ്സ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യമാണ് ജിമെയിൽ ഐ ഡി. നിങ്ങളിപ്പോൾ ആപ്പ് ത്രൂ ഒന്നും ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ആപ്പ് ത്രൂ ഒന്നും ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഗൂഗിളിൽ തന്നെ വന്നിട്ട് ഗൂഗിൾ ആഡ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ ആദ്യം വരുന്ന ഓപ്ഷനിൽ അങ്ങ് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് ഒരു വിൻഡോയിലേക്ക് വരും. നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് നൗ എന്നൊരു ഓപ്ഷൻ കാണാം. സ്റ്റാർട്ട് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഇമെയിൽ ഐ ഡി ഓപ്ഷൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡി കിടപ്പുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക, ദെൻ പാസ്വേഡ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ബോക്സ് കാണാൻ പറ്റും കേട്ടോ. ആ സമയം നിങ്ങൾക്ക് മറ്റൊരു ഗൂഗിൾ അക്കൗണ്ട് ഇല്ലല്ലോ, വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എ ന്യൂ വൺ എന്ന് ഒരു ഓപ്ഷൻ കാണും. അതിൽ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്ത് വെക്കുക, ആദ്യമായാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ പേയ്മെന്റ് പ്രൊഫൈലിൽ പോയിട്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആൻഡ് അഡ്രസ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്കിപ്പ് ക്യാമ്പയിൻ ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് ഒരു ബാർ പോപ്പപ്പ് ആയി വരാൻ ചാൻസ് ഉണ്ട്, വരും. അതിൽ സ്കിപ്പ് ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഏറ്റവും താഴെ ഉണ്ടാവും കേട്ടോ. കണ്ടോ? പിന്നെ വരുന്നത് ബില്ലിംഗ് ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. അതിൽ കാണുന്ന ഓപ്ഷൻ പോലെ കൺട്രി, നിങ്ങളുടെ ടൈം സോൺ, അതുപോലെ തന്നെ കറൻസി, അതെല്ലാം പ്രോപ്പറായി കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പുതിയ പേജ് ഉണ്ടാവും. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ക്രിയേറ്റ് ന്യൂ പേയ്മെന്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോപ്പ് ചെയ്ത് വരുന്ന ലിസ്റ്റിൽ ഓർഗനൈസേഷൻ ആണോ അതോ ഇൻഡിവിജ്വൽ ആണോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഓപ്ഷൻസ് വായിച്ച് നോക്കി ബാക്കി അഡ്രസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ റീഡയറക്ട് ചെയ്ത് എത്തിക്കുന്ന പേജിൽ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് കാണാം. സെലക്ട് ചെയ്ത് അത് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നെറ്റ് ബാങ്കിങ് ആഡ് ആക്കാം, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ആഡ് ഓൺ ചെയ്യാം, പേ വിത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം, പേടിഎം വാലറ്റ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് മാത്രം സെറ്റ് ചെയ്താൽ മതി. തൽക്കാലം പേയ്മെന്റ് മെത്തേഡ് ഒന്നും അങ്ങനെ ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് ബാക്ക് ഇറങ്ങി പോകരുത് കേട്ടോ. ജസ്റ്റ് ആ പേ വിത്ത് നെറ്റ് ബാങ്കിങ് എന്ന സെഷനിലേക്ക് പോയിട്ട് ഒരു പേയ്മെന്റ് ചെയ്യുന്ന പോലെ കാണിക്കുക, ജസ്റ്റ് കാണിക്കുക. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ജസ്റ്റ് പേ വിത്ത് നെറ്റ് ബാങ്കിങ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ ഓപ്ഷൻസ് കാണാം, ഫില്ല് ചെയ്യുക. പിന്നെ എമൗണ്ട് ഓപ്ഷൻ 500 കൊടുക്കുക. കാരണം എന്താണെന്നറിയോ? ഗൂഗിൾ ആഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ മിനിമം സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ആണ്. ആസ് പെർ ഗൂഗിൾ പോളിസി അത് അങ്ങനെയാണ്.
പിന്നെ ഈ 500 എന്നാണോ പേടിക്കൊന്നും വേണ്ടോ, എമൗണ്ട് പോവുകയൊന്നുമില്ല. പറയുന്ന ഓപ്ഷൻസ് അതുപോലെ ഫോളോ ചെയ്തോളൂ. കണ്ടിന്യൂ കൊടുത്തോ. അപ്പൊ അടുത്തൊരു പോപ്പപ്പ് പേജ് കാണാം. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ പറയണം. അതിൽ എഗ്രി ടിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വാണ്ട് പേഴ്സണലൈസ്ഡ് എന്ന് കാണുന്ന അവിടെ നോ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ദെൻ സബ്മിറ്റ്. അപ്പോൾ നമുക്ക് പേയ്മെന്റ് പോപ്പപ്പ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ യുവർ അക്കൗണ്ട് ഈസ് ഓൾറെഡി ആക്ടിവേറ്റഡ്, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് കാണുന്നില്ല. അതിന് താഴെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കുക. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ യു ആർ ഓൾ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ കണ്ടിന്യൂ ടു യുവർ അക്കൗണ്ട് എന്നൊരു ബട്ടൺ കാണാം. അതിലും ക്ലിക്ക് ചെയ്തേക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ആഡ് റൺ ചെയ്യേണ്ട കാര്യത്തിനാണെങ്കിൽ കാർഡ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ പോലെയാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ മറ്റു ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളിപ്പം ആഡ് റൺ ചെയ്യുന്ന കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇനിയും ഇതുപോലുള്ള മോർ ഇൻഫോർമേഷൻസിന് വേണ്ടി നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. So we will meet again with another informative video. Till then, stay tuned and it's me Shantila signing off. Thank you so much for watching.